നമസ്കാരം. ലേമാൻ സയൻസ് ലാബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഓരോ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട നോട്ടുകളും പരിശീലന പ്രശ്നങ്ങളും മറ്റ് വിശദീകരണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോയാണിത്. കെമിസ്ട്രിയിലെ ആദ്യ യൂണിറ്റായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന യൂണിറ്റ്സ് 4 ക്ലാസ്സുകളിലായാണ് പൂർത്തീകരിച്ചത്. അതിൽ രണ്ടാമത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസ്സിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ക്രോമിയം, കോപ്പർ എന്നീ മൂലകങ്ങളിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ സവിശേഷതയാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് പഠിച്ചിരുന്നു. അതിന് കൃത്യമായ ഒരു നിയമവും അല്ലെങ്കിൽ അതിൻ്റെ ക്രമവും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ക്രോമിയം, കോപ്പർ എന്നീ മൂലകങ്ങൾ മറ്റു മൂലകങ്ങളിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ബുക്കിലേക്ക് കുറിച്ചു വെക്കേണ്ട കുറിപ്പാണ് ഇവിടെ കാണുന്നത്. ഞാനൊരു ചെറിയ വിശദീകരണം നൽകിയതിന് ശേഷം നിങ്ങൾക്കത് അതിലേക്ക് പകർത്തി വയ്ക്കാവുന്നതാണ്. ഇനി അതല്ല, ഇതിനെക്കുറിച്ച് യാതൊരു സംശയവും അവശേഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇത് എഴുതിയതിന് ശേഷം വീഡിയോ മുന്നോട്ട് നീക്കി അടുത്ത ഭാഗം കാണാവുന്നതാണ്. നമുക്ക് ആദ്യം ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ സവിശേഷത പരിശോധിക്കാം. ക്രോമിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 24 ആണ്. അപ്പോൾ സാധാരണഗതിയിൽ, അതായത് മറ്റു മൂലകങ്ങളിൽ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ അത് നമുക്കറിയാം. ആദ്യം 1s2, അതായത് 1sൽ 2 ഇലക്ട്രോൺ, 2s2, 2p6, 3s2, 3p6, പിന്നെ 4s2. അപ്പോൾ 8, 10, 16, 20 ആയിട്ടുണ്ട്. ഇനി 4 ഇലക്ട്രോണുകളാണ് ബാക്കിയുള്ളത്. അപ്പോൾ 4s നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊട്ട് പിന്നിലുള്ള 3Dയിലാണ് ഫില്ലിംഗ് നടക്കേണ്ടത്. 3Dയിലേക്ക് 4 ഇലക്ട്രോണുകൾ പോകുന്നു. അങ്ങനെ 3d4. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരേണ്ടത്. എന്നാൽ ക്രോമിയത്തിൻ്റെ യഥാർത്ഥ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇക്കാണുന്നത് പോലെയാണ്. അതായത് 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5. അതായത് 4s സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണിന് പകരം 1 ഇലക്ട്രോൺ മാത്രം നൽകി ബാക്കി 5 ഇലക്ട്രോണുകളും 3Dയിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു വിശദീകരണ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതൊരു സംവിധാനവും, ഏതൊരു ആറ്റവും, ഏതൊരു സിസ്റ്റവും പരമാവധി സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുക. അപ്പോൾ സബ്ഷെല്ലുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്ഷെല്ലിൽ, ഇവിടെ പറയുകയാണെങ്കിൽ ഡി സബ്ഷെല്ലിൽ, അത് പകുതി നിറഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് നിറയുകയോ ചെയ്യുന്നത്. അതായത് ഡിയിൽ മാക്സിമം ഉൾക്കൊള്ളാൻ കഴിയുന്നത് 10 ഇലക്ട്രോണുകളാണ്. അപ്പോൾ ഡി എന്ന സബ്ഷെല്ലിൽ അതിൻ്റെ പകുതിയായ, ഹാഫായ 5 ഇലക്ട്രോൺ നിറയുന്നതും അതല്ലെങ്കിൽ പൂർണ്ണമായി നിറഞ്ഞ് 10ഉം നിറയുന്നത് അതിന് കൂടുതൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നതിന് കാരണമാകും. അപ്പോൾ സാധാരണഗതിയിൽ ഫില്ലിംഗ് നടന്നാൽ ഡിയിൽ 4 ഇലക്ട്രോണുകളാണ് കിട്ടുക. അപ്പോൾ 1 ഇലക്ട്രോൺ കൂടി ലഭിക്കുകയാണെങ്കിൽ 3D സബ്ഷെല്ലിൽ 5 ഇലക്ട്രോണുകളാകുകയും അതുവഴി അത് പകുതി നിറഞ്ഞ് അതിന് കൂടുതൽ സ്ഥിരത വരികയും ചെയ്യും. ഇത്തരത്തിൽ കൂടുതൽ സ്ഥിരത കൈവരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ വ്യത്യസ്തമായ ക്രമീകരണം നടത്തുന്നത്. ഇതുപോലെ തന്നെ കോൺഫിഗറേഷനിൽ ഒരു മാറ്റം വരുത്തുന്ന മറ്റൊരു മൂലകമാണ് കോപ്പർ. നോക്കൂ, അപ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതിയാൽ 1s2, 2s2, 2p6, 3s2, 3p6, പിന്നെ 4sലേക്കാണ് പോവുക, 4s2. നോക്കൂ, എല്ലാം ആഡ് ചെയ്യുമ്പോൾ 4, 10, 12, 18, 20 ആയിട്ടുണ്ട്. അപ്പോൾ 20 ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി 9 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അത് വിട്ടുപോയ അല്ലെങ്കിൽ തൊട്ടു മുന്നിൽ ഫില്ല് ചെയ്യാനുള്ള 3Dയിലേക്ക് പോകുന്നു, 3d9. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. ഇവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
3D സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ കൂടി ലഭിക്കുകയാണെങ്കിൽ അത് 10 ആകുകയും ഡി സബ്ഷെൽ പൂർണ്ണമായി നിറയുന്നൊരവസ്ഥ വരികയും അതുവഴി ആറ്റത്തിന് കൂടുതൽ സ്ഥിരത ലഭിക്കുകയും ചെയ്യും, സ്റ്റെബിലിറ്റി ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ സ്റ്റെബിലിറ്റി ലഭ്യമാക്കുവാൻ വേണ്ടി ഇക്കാണുന്നത് പോലെ 4sൽ ഒരു ഇലക്ട്രോൺ നൽകിയതിനു ശേഷം ഡിയിൽ 10 ഇലക്ട്രോണുകളാണ് ഫില്ല് ചെയ്യപ്പെടുക. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് പകർത്തി എഴുതുക. ഇംഗ്ലീഷും തുടർന്ന് മലയാളവും നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കി എഴുതാവുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, നമ്മൾ പഠിച്ച കാര്യമാണ്, പീരിയോഡിക് ടേബിളിൽ എലിമെന്റുകളെ പീരീഡായി തിരിച്ചിട്ടുണ്ട്, ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്, അതുപോലെ ബ്ലോക്കുകളായും തിരിച്ചിട്ടുണ്ട്. ഈ പീരിയോഡിക് ടേബിൾ നിങ്ങൾ നോക്കൂ. 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പും ഉൾപ്പെടുന്ന എലിമെന്റുകൾക്ക് എസ് ബ്ലോക്ക് എന്നവിടെ പേര് നൽകിയിട്ടുണ്ട്. അതുപോലെ 3 മുതൽ 12 വരെയുള്ള ആ മധ്യഭാഗത്ത് കാണുന്ന എലിമെന്റുകളെ ഡി ബ്ലോക്കുകൾ എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിലെ 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിലുള്ള എലിമെന്റുകളെ, അതായത് പീരിയോഡിക് ടേബിളിൻ്റെ വലത്തേ അറ്റത്തുള്ള 6 ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന എലിമെന്റുകളെ പി ബ്ലോക്ക് എലിമെന്റുകൾ, പി ബ്ലോക്ക് മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. അതുകൂടാതെ പീരിയോഡിക് ടേബിളിന്റെ താഴെ 2 നിരകളിലായി കുറെ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കാണാം. ഈ മൂലകങ്ങളെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ, എഫ് ബ്ലോക്ക് എലിമെന്റ്സ് എന്നാണ് പറയുക. ചുരുക്കത്തിൽ പീരിയോഡിക് ടേബിളിൽ എലിമെന്റുകളെ ബ്ലോക്കുകളായും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വർഗീകരിച്ചിട്ടുണ്ട്. 4 ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് എലിമെന്റുകളെ വിവിധ ബ്ലോക്കുകളായി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ്. ഒരാറ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടന്നു വരുമ്പോൾ അവസാനം ഏത് സബ്ഷെല്ലിലാണോ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ആ പേരുള്ള ബ്ലോക്കിലാണ് ആ എലിമെന്റ് ഉൾപ്പെടുക. ഒരു ഉദാഹരണത്തിൽ ഇത് വ്യക്തമാക്കാം. പൊട്ടാസ്യത്തിന്റെ ആറ്റമിക് നമ്പർ 19 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് 1s2, അതിനുശേഷം 2s2, 2p6, 3s2, 3p6. അവസാനം ഇലക്ട്രോൺ ലഭിക്കുന്നത് 4sലാണ്, അഥവാ എസ് സബ്ഷെല്ലിലാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, പൊട്ടാസ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നത് എസ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് പൊട്ടാസ്യം ഒരു എസ് ബ്ലോക്ക് എലിമെന്റ് ആയിരിക്കും. ഇതാ നോക്കൂ, നിങ്ങൾ പട്ടിക നോക്കൂ. പട്ടികയിൽ 1ാമത്തെ ഗ്രൂപ്പിലാണ് പൊട്ടാസ്യം വന്നിരിക്കുന്നത്. അത് ഒരു എസ് ബ്ലോക്ക് മൂലകമാണ് എന്ന് അതിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു ഉദാഹരണം കൂടി നോക്കാം. ക്ലോറിൻ പരിഗണിക്കൂ. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, then 3p5. എന്താണ് മനസ്സിലാവുക? ക്ലോറിനിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടന്നാൽ അവസാനം ഇലക്ട്രോൺ ലഭിക്കുന്നത് 3p സബ്ഷെല്ലിലാണ്, അഥവാ പി സബ്ഷെല്ലിലാണ്. അപ്പോൾ അവസാനം ഇലക്ട്രോൺ വന്നു ചേരുന്നത് പി സബ്ഷെല്ലിലായതിനാൽ ക്ലോറിൻ ഒരു പി ബ്ലോക്ക് മൂലകമായിരിക്കും. നോക്കൂ, പട്ടിക നോക്കൂ. ക്ലോറിൻ ഉൾപ്പെട്ടിരിക്കുന്നത് പി ബ്ലോക്കിലാണെന്ന് നിങ്ങൾക്ക് കാണാം. ഒരു ഉദാഹരണം കൂടി പറയാം. അയൺ പരിഗണിക്കൂ. അയണിന്റെ ആറ്റോമിക് നമ്പർ 26 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. 1s2, 2s2, 2p6, 3s2, 3p6. നമുക്കറിയാം 3p6 കഴിഞ്ഞാൽ 4s2ലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. 4s2 കഴിഞ്ഞാണ് 3dയിലേക്ക് ഇലക്ട്രോൺ വരിക, 3d6. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാണ്, ഈ കോൺഫിഗറേഷൻ നോക്കിയിട്ട് ഇവിടെ അവസാനം ഇലക്ട്രോൺ വന്നു ചേർന്നത് 4sലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മൾ ഷെല്ലിന്റെ ക്രമത്തിൽ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഫില്ലിംഗ് നടന്നപ്പോൾ 4sന് ശേഷമാണ് 3dയിൽ ഇലക്ട്രോൺ വന്നത് എന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. ഏതായാലും അയണിനെ സംബന്ധിച്ചിടത്തോളം അയണിൽ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഡി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഇരുമ്പ്, അയൺ ഒരു ഡി ബ്ലോക്ക് എലിമെന്റ് ആയിരിക്കും. ഇതാ നോക്കൂ, പീരിയോഡിക് ടേബിൾ പരിശോധിച്ച് നിങ്ങൾക്ക് ഇത് ഉറപ്പുവരുത്താവുന്നതാണ്. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് എലിമെന്റ് തന്നതിന് ശേഷം അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതി അതിൻ്റെ ബ്ലോക്ക് കണ്ടെത്തുക എന്നാണ് ചോദിക്കുക.
അപ്പോൾ എന്ത് ചെയ്താൽ മതിയാകും? ഒരു എലിമെന്റ് തരുന്നു, ആ എലിമെന്റ് ഏത് ബ്ലോക്കിലാണെന്ന് കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടാകും. ആറ്റോമിക് നമ്പർ ഉപയോഗിച്ച് അതിന്റെ കോൺഫിഗറേഷൻ എഴുതുക. അങ്ങനെ വരുമ്പോൾ അതിൽ അവസാനം ഇലക്ട്രോൺ ലഭിച്ചത് ഏത് സബ്ഷെല്ലിലാണെന്ന് നോക്കുക. എസിലാണെങ്കിൽ അത് എസ് ബ്ലോക്ക് എലിമെന്റ് ആയിരിക്കും, പിയിലാണെങ്കിൽ അത് പി ബ്ലോക്ക് എലിമെന്റ് ആയിരിക്കും, അതല്ല ഡിയിലാണെങ്കിൽ അത് ഡി ബ്ലോക്ക് എലിമെന്റ് ആയിരിക്കും. പിന്നെ ഞാൻ എഫ് ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലായി നമുക്ക് എഫ് ബ്ലോക്ക് പഠിക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ അവസാനം ഇലക്ട്രോൺ ലഭിക്കുന്നത് എഫ് സബ്ഷെല്ലിലാണെങ്കിൽ അത്തരം എലിമെന്റുകളെയാണ് എഫ് ബ്ലോക്ക് എലിമെന്റുകൾ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈ കാണുന്ന പീരിയോഡിക് ടേബിളിന് താഴെ കാണുന്ന ഈ 2 നിരകളിൽ കാണപ്പെടുന്ന എലിമെന്റുകളിൽ ഈ പ്രത്യേകതയാണ് കാണുക. എന്ത് പ്രത്യേകത? അവയിലെല്ലാം ലാസ്റ്റ് ഇലക്ട്രോൺ വന്നു ചേരുന്നത് എഫ് സബ്ഷെല്ലിലാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. വീഡിയോ പോസ് ചെയ്ത് നിർത്തി അത് നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ആദ്യം ഇംഗ്ലീഷാണ് തന്നിട്ടുള്ളത്, തൊട്ടുപിറകെ മലയാളവും തന്നിട്ടുണ്ട്. നോട്ട്ബുക്കിലേക്ക് നിങ്ങൾക്ക് കുറിച്ചു വയ്ക്കാവുന്നതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പരീക്ഷയിൽ എല്ലാ പരീക്ഷയിലും ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ ലഭിച്ചാൽ ആറ്റത്തെക്കുറിച്ചുള്ള ഏതാണ്ട് എല്ലാ വിവരങ്ങളും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരാറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ നമുക്ക് തന്നാൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്കറിയാം. അതുപയോഗിച്ച് നമുക്ക് അത് ഏത് പീരിയഡിലെ എലിമെൻ്റാണ്, ഏത് ബ്ലോക്കിലെ എലിമെൻ്റാണ്, ഏത് ഗ്രൂപ്പിലെ എലിമെൻ്റാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിൽ ചർച്ച ചെയ്യുന്നത്. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു എലിമെന്റ് ഏത് പീരീഡിലേതാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. നോക്കൂ, സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം ഇവിടെ എഴുതിയിട്ടുണ്ട്. 1s2, 2s2, 2p6, 3s1. ഇതിൽ സബ്ഷെല്ലുകളുടെ എണ്ണം 4 ആണ്. 3 എസ് സബ്ഷെല്ലുകളും ഒരു പി സബ്ഷെല്ലും. ഇതിൽ മെയിൻ ഷെല്ലുകൾ എത്രയുണ്ടെന്ന് നോക്കൂ. മെയിൻ ഷെല്ലുകൾ 3 എണ്ണമാണുള്ളത്. അതിൽ ഏറ്റവും ഉയർന്ന ഷെല്ല് 3 ആണ്. അതായത് സോഡിയത്തിൽ പരമാവധി ഉള്ള ഷെല്ല് 3 ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ 3 ആണ്. അതുകൊണ്ട് സോഡിയം 3ാമത്തെ പീരീഡിൽ വരുന്ന ഒരു എലിമെന്റ് ആയിരിക്കും. ദാ പീരിയോഡിക് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരിശോധിക്കൂ, സോഡിയം 3ാം പീരീഡിലെ എലിമെന്റ് ആണോ എന്ന് പരിശോധിക്കൂ. അപ്പോൾ എന്താണ് മനസ്സിലായത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിരീക്ഷിച്ച് അതിലെ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ എത്രയാണെന്ന് നോക്കുക. ആ ഷെൽ നമ്പർ ആ എലിമെന്റിന്റെ പീരീഡിനെ സൂചിപ്പിക്കും. ഒരു ഉദാഹരണം കൂടി കൊടുത്തിരിക്കുന്നത് നോക്കൂ. അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. നോക്കൂ, ഇതിലെ ഏറ്റവും ഉയർന്ന ഷെൽ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അയൺ 4ാം പീരീഡിൽ വരുന്ന എലിമെന്റ് ആയിരിക്കും. പീരിയോഡിക് ടേബിൾ പരിശോധിച്ച് നിങ്ങൾക്ക് ഇത് ഉറപ്പുവരുത്താവുന്നതാണ്. ഇതാ നോക്കൂ, അയൺ 4ാം പീരീഡിലെ ഒരു എലിമെന്റ് ആണ്. ഒരു ഉദാഹരണം കൂടി കൊടുത്തിട്ടുണ്ട്. ക്ലോറിന്റെ ഇലക്ട്രോൺ വിന്യാസം ശ്രദ്ധിക്കുക. 1s, 2s, 2p, 3s, 3p. പരമാവധി 3 വരെയാണ് അതിന്റെ ഷെൽ നമ്പർ ഉയർന്നിട്ടുള്ളത്. അഥവാ ഏറ്റവും വലിയ ഷെൽ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് ക്ലോറിൻ ഒരു 3ാം പീരീഡിലെ എലിമെന്റ് ആയിരിക്കും. ക്ലോറിൻ ബിലോങ്സ് ടു 3rd പീരിയഡ്. ഇതും ദ പീരിയോഡിക് ടേബിൾ നോക്കി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഏത് എലിമെന്റിനെ സംബന്ധിച്ചും അത് ഏത് ബ്ലോക്കിലെ എലിമെന്റ് ആണെങ്കിലും ശരി, അതിൻ്റെ പീരീഡ് അറിയാൻ ഇലക്ട്രോൺ വിന്യാസം എഴുതിയതിനു ശേഷം അതിലെ ഏറ്റവും ഉയർന്ന ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണെന്ന് കണ്ടെത്തിയാൽ മതി. ആ ഷെൽ നമ്പർ തന്നെയായിരിക്കും അതിൻ്റെ പീരീഡ്. ഇക്കാര്യം നിങ്ങൾക്ക് നോട്ട് ബുക്കിലേക്ക് കുറിച്ച് വയ്ക്കാം. ഇംഗ്ലീഷ് മീഡിയംകാർ ഇംഗ്ലീഷിൽ എഴുതുക, മലയാളം മീഡിയംകാർ മലയാളത്തിൽ എഴുതുക. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് എങ്ങനെയാണ് ഗ്രൂപ്പ് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു എലിമെന്റിന്റെ ആറ്റോമിക് നമ്പർ തന്നാൽ അത് ഏത് ഗ്രൂപ്പിലെ എലിമെന്റ് ആണെന്ന് കണ്ടെത്തുന്നതിന് ആദ്യം അത് ഏത് ബ്ലോക്കിലെ എലിമെന്റ് ആണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഓരോ ബ്ലോക്കിലെയും എലിമെന്റുകളുടെ ഗ്രൂപ്പ് തിരിച്ചറിയാൻ വ്യത്യസ്തമായ
രീതികളാണ് നമ്മൾ അവലംബിക്കുന്നത്. ഒന്നാമതായി എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. എസ് ബ്ലോക്ക് മൂലകങ്ങളെ സംബന്ധിച്ചിടത്തോളം, എസ് ബ്ലോക്ക് എലിമെന്റുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലാസ്റ്റ് എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ അതായിരിക്കും ആ എലിമെന്റിന്റെ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന സംഖ്യ, അല്ലെങ്കിൽ ആ മൂലകത്തിന്റെ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നത്. നോക്കൂ, സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1s2 2s2 2p6 3s1. നോക്കൂ, അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പോൾ സോഡിയം ഒന്നാം ഗ്രൂപ്പിലെ എലിമെന്റ് ആയിരിക്കും. പീരിയോഡിക് ടേബിളിൽ നോക്കൂ, സോഡിയം ഒന്നാം ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, ഒരു എലിമെന്റ് എസ് ബ്ലോക്ക് എലിമെന്റ് ആണെങ്കിൽ അതിൻ്റെ അവസാന എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണോ അതായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ്. ഒരു ഉദാഹരണം കൂടി കൊടുത്തിട്ടുണ്ട്. കാൽസ്യം കൊടുത്തിട്ടുണ്ട്. കാൽസ്യത്തിന്റെ അവസാന എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണുള്ളത്. 4s2 അവസാനിക്കുക. അതുകൊണ്ട് കാൽസ്യം രണ്ടാം ഗ്രൂപ്പിലെ എലിമെന്റ് ആയിരിക്കും. പീരിയോഡിക് ടേബിൾ നോക്കാം, കാൽസ്യം രണ്ടാം എലിമെന്റ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇനി പി ബ്ലോക്ക് എലിമെന്റുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതിൻ്റെ അവസാന പി സബ്ഷെല്ലിൽ, പി ബ്ലോക്ക് എലിമെന്റ് ആയതുകൊണ്ട് അവസാനത്തെ സബ്ഷെൽ എന്തായിരിക്കും? പി ആയിരിക്കും. അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക. അതിനോട് 12 ആഡ് ചെയ്താൽ നമുക്ക് പി ബ്ലോക്ക് എലിമെന്റുകളുടെ ഗ്രൂപ്പ് കണ്ടെത്താൻ കഴിയും. എന്ത് ചെയ്താൽ മതി? അവസാന പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടു കൂടി 12 ആഡ് ചെയ്യുക. ക്ലോറിൻ ഉദാഹരണമായി കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോണുകളാണുള്ളത്. അതിനോട് 12 കൂട്ടുമ്പോൾ 17 എന്നാണ് കിട്ടുക. അതായത് ക്ലോറിൻ 17ാം ഗ്രൂപ്പിൽ വരുന്ന ഒരു എലിമെന്റ് ആയിരിക്കണം. നമുക്ക് പട്ടിക പരിശോധിക്കാം. നോക്കൂ, പീരിയോഡിക് ടേബിളിൽ 17ാം ഗ്രൂപ്പിലാണ് ക്ലോറിൻ വന്നിരിക്കുന്നത്. സാർ ക്ലാസ്സിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതും ശരിയാണ്. സാർ പറഞ്ഞത്, അതായത് കൈറ്റ് ക്ലാസ്സിൽ സാർ പറഞ്ഞത് അവസാന ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തോട് 10 കൂട്ടുക എന്നാ. എന്നാലും കുഴപ്പമില്ല. അവസാന ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. എസിൽ 2ഉം പിയിൽ 5ഉം. 5 × 7 ഉണ്ട്. അതിന്റെ കൂടെ 10 കൂട്ടിയാലും മതി. ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്? പി ബ്ലോക്ക് എലിമെന്റുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗ്രൂപ്പ് മനസ്സിലാക്കാൻ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തോടു കൂടി 12 ആഡ് ചെയ്യുക. ഇത്തരത്തിൽ ഏതൊരു പി ബ്ലോക്ക് എലിമെന്റ് ലഭിച്ചാലും പി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തോട് 12 ആഡ് ചെയ്ത് നമുക്ക് ആ എലിമെന്റിന്റെ ഗ്രൂപ്പ് കണ്ടെത്താൻ കഴിയും. ഇനി ആ വിഭാഗത്തിൽ അവസാനമായി നമുക്കറിയേണ്ടത് ഡി ബ്ലോക്ക് എലിമെന്റുകളുടെ ഗ്രൂപ്പ് എങ്ങനെ തിരിച്ചറിയുമെന്നാണ്. നോക്കൂ, ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അയണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. ഡി ബ്ലോക്ക് എലിമെന്റുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗ്രൂപ്പ് തിരിച്ചറിയാൻ അവസാന എസ് സബ്ഷെല്ലിലെയും അതിൻ്റെ തൊട്ടു മുന്നിലുള്ള ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം ആഡ് ചെയ്താൽ മതി. അതായത് സം ഓഫ് ദ ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ ആൻഡ് പിനൽട്ടിമേറ്റ് ഡി സബ്ഷെൽ. തൊട്ട് പിന്നിലുള്ള ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്കൂ, അയണിനെ സംബന്ധിച്ചിടത്തോളം അയണിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകളുണ്ട്. തൊട്ടു പിന്നിലുള്ള ഡി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകളുണ്ട്. 6 + 2 8 ആണ് കിട്ടുക. അതുകൊണ്ട് തന്നെ അയൺ 8ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എലിമെന്റ് ആയിരിക്കും. നമുക്ക് പട്ടിക വെച്ച് ഇത് പരിശോധിക്കാവുന്നതാണ്. ഇതാ നോക്കൂ, പീരിയോഡിക് ടേബിളിൽ 8ാം ഗ്രൂപ്പിലാണ് അയൺ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പഠിച്ചത്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇപ്പോൾ പറഞ്ഞ കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 2 or 3 മാർക്കിന്റെ ചോദ്യങ്ങളായി ഇതെല്ലാം ഉൾപ്പെടുത്തി പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പോൾ കോൺഫിഗറേഷനിൽ നിന്നും ഗ്രൂപ്പ് കണ്ടെത്തുന്ന വിധം നോട്ട് ബുക്കിലേക്ക് കുറിക്കുക. ഇനി ഏതാനും ചില പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിശദീകരണം ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 3 എലിമെന്റുകളുടെ ആറ്റമിക് നമ്പർ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് ആ എലിമെന്റുകളുടെ
ബ്ലോക്ക്, പിരീഡ്, ഗ്രൂപ്പ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയും നോട്ടിൽ കുറിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പരിശോധിക്കുക. അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യമായി കൊടുത്തിട്ടുള്ളത് 3 എലിമെൻറ്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം ഓരോ എലിമെൻറ്റിൻ്റെയും ആറ്റോമിക നമ്പർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇലക്ട്രോണുകളുടെ എണ്ണം കൗണ്ട് ചെയ്തെടുത്താൽ ഇലക്ട്രോണുകളുടെ എണ്ണം അഥവാ പ്രോട്ടോണുകളുടെ എണ്ണമാണല്ലോ ആറ്റമിക് നമ്പർ. അപ്പം അതുകൊണ്ട് ഇവിടെ അലൂമിനിയത്തെ സംബന്ധിച്ചിടത്തോളം 2, 4, 10, 12, 1, 13. There are 13 ഇലക്ട്രോൺസ്. അപ്പം അതുകൊണ്ട് അലൂമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 13 ആയിരിക്കും. അതുപോലെ അയണിൻ്റെയും ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം അവിടെയുണ്ട്. അതെല്ലാം കൂട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇരുമ്പിൻ്റെ ആറ്റോമിക് നമ്പർ കിട്ടും. അതുപോലെ ഓക്സിജൻ്റെയും. നോക്കൂ, അതിൽ ബി ക്വസ്റ്റ്യൻ എന്താണ് നോക്കൂ. അലൂമിനിയത്തിൻ്റെയും ഓക്സിജൻ്റെയും വാലൻസി കാണാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നോക്കിയാൽ കാണാം അലൂമിനിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ 3 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയായിരിക്കും ചെയ്യുക അലൂമിനിയം. അതുകൊണ്ട് അലൂമിനിയത്തിൻ്റെ വാലൻസി 3 ആണ്. ഇനി ഓക്സിജൻ്റെയോ നോക്കൂ. ഓക്സിജൻ്റെ കോൺഫിഗറേഷൻ നോക്കൂ. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. 2s-ൽ 2ഉം 2p-ൽ 4ഉം. അങ്ങനെ സെക്കൻഡ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. 2 സബ് ഷെല്ലുകളിലായി 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ഒക്ടറ്റ് പൂർത്തിയാക്കാൻ, 8 പൂർത്തിയാക്കാൻ 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണ് എളുപ്പമുള്ള മാർഗം. അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ വാലൻസി 2 ആയിരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് അലൂമിനിയവും ഓക്സിജനും ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും നിങ്ങൾ 9ലാണ് പഠിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എന്താണ് റൂള്? റിയാക്ഷൻ പങ്കെടുക്കുന്ന എലിമെന്റുകളുടെ സിംബൽസ് ചേർത്ത് എഴുതുക. അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ എഴുതുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലിമെന്റ് ആദ്യം എഴുതണം, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന എലിമെന്റ് ആദ്യം എഴുതണം, സ്വീകരിക്കുന്ന എലിമെന്റ് രണ്ടാമത് എഴുതണം. അപ്പോൾ ഇവിടെ അലൂമിനിയമാണ് ഇലക്ട്രോ പോസിറ്റീവ്, ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവുമാണ്. അപ്പോൾ AlO എന്ന് എഴുതുക. ഇതിന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വാലൻസികൾ പരസ്പരം മാറ്റി എഴുതണമെന്നാണ്. ഇന്റർചേഞ്ച് ചെയ്ത് സബ്സ്ക്രിപ്റ്റായി എഴുതണമെന്നാണ് 9ൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ AlO എന്നെഴുതി, എന്നിട്ട് Alന്റെ ചുവട്ടിൽ, അലൂമിനിയത്തിന്റെ ചുവട്ടിൽ ഓക്സിജന്റെ വാലൻസിയായ 2ഉം അലൂമിനിയത്തിന്റെ വാലൻസിയായ 3 ഓക്സിജന്റെ ചുവട്ടിൽ എഴുതുക. അപ്പോൾ നമുക്ക് Al2O3 എന്ന് ലഭിക്കും. ഇനി അവസാന ചോദ്യം. പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ ചോദ്യം വരാറുള്ളത് കൊണ്ട് ഒന്നുകൂടി ആവർത്തിച്ചത് മാത്രമേ ഉള്ളൂ. എന്താണ്? ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാനിവിടെ സ്റ്റേബിൾ എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കൂടുതൽ ശരി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ 2 കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. ക്രോമിയം, കോപ്പർ എന്നിവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പരീക്ഷ ചോദിക്കുമ്പോൾ അപ്പം തന്നെ ആലോചിക്കണം, ഓർമ്മയിൽ വരണം, എന്തോ സംതിങ് ഡിഫറൻ്റ് ഉണ്ടല്ലോ അവയുടെ കോൺഫിഗറേഷൻ എന്ന് ഓർക്കുകയും നമ്മൾ ആ പഠിച്ച രീതിയിൽ എഴുതുകയും ചെയ്യുക. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ചോളം ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. സ്റ്റേബിൾ കോൺഫിഗറേഷൻ ചോദിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഏത് ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.